മുണ്ടുടുക്കാനും മുണ്ടു കുത്താനും പിന്നെ തെറി പറയാനും പച്ചത്തെറി പറയാനും പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ആ കോമാളി നേതാവിനോട് ഇന്ന് പറഞ്ഞത് കേരളത്തിലെ ജനങ്ങൾ ഈ കോമാളിത്തരത്തെ വെച്ച് കുറിപ്പിക്കില്ല. അതാണ് ഞങ്ങളുടെ വാദം. ചമഞ്ഞ് കോമാളിത്തരവും ഗുണ്ടായുസും ഒക്കെ പറഞ്ഞുകൊണ്ട് കിടക്കുന്നത് ആരാണെന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും നല്ല ധാരണയുണ്ട് അനിൽകുമാർ. എനിക്ക് ഇന്ദ്രനെ പേടിയില്ല, ചന്ദ്രനെ പേടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കീലേരി വെച്ച് കളിച്ച് നടക്കുന്ന ആരാണെന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് നല്ല ധാരണയുണ്ട്. എന്നെ കുഴിയിലാക്കാനായിട്ട് കച്ചകെട്ട് ഇറങ്ങിയിരിക്കാനുള്ള തെണ്ടി. അതുകൊണ്ട് അങ്ങ് പോയി കോമാളിത്തരവും മുണ്ടും മടക്കി കുത്തലും ഒക്കെ അവിടെ പോയി പറഞ്ഞാൽ മതി. കേരളത്തിന്റെ പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസിന്റെ നേതാവിനെ ഞാൻ ചവിട്ടി ഓടിച്ചു എന്നൊക്കെ പറഞ്ഞ് കൊച്ചു പിള്ളേർ 3ാം ക്ലാസ്സിൽ അടിയുണ്ടാക്കുന്ന പോലെ നീ എന്നെ കുത്തി, ഞാൻ നിന്റെ കണ്ണിയിട്ട് കുത്തി എന്നൊക്കെ കണ്ടിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇനി റെയിൽവേയുടെ വികസനത്തിന്റെ കാര്യം സാറേ, ഈ തിരുവനന്തപുരം മുതല് നമ്മുടെ കന്യാകുമാരി സെക്ടർ വരെ നാഗർകോവിൽ വരെയുള്ള റെയിൽവേ പാത ഇരട്ടിപ്പിക്കലിന് വേണ്ടിയിട്ട് റെയിൽവേ തന്നിട്ടുള്ള കാശ് എന്ത് ചെയ്ത് സാറേ, ഒന്ന് പറഞ്ഞുതരാമോ? ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. ആ കാശെടുത്ത് വകമാറ്റി ചെലവഴിച്ചു എന്നാണ് റെയിൽവേ പറയുന്നത്. ആ തന്ന കാശിന് ഭൂമി ഏറ്റെടുത്തു കഴിഞ്ഞാൽ മാത്രമേ ബാക്കി പണിക്കുള്ള പൈസ അവർ തരത്തുള്ളൂ. അതുകൊണ്ട് അവിടുത്തെ റെയിൽവേ വികസനം മുരടിച്ച് കിടക്കുകയാണ്. അനിൽകുമാർ സഖാവിന് വല്ലതും അറിയോ അതിനെ കുറിച്ചിട്ട്? അപ്പൊ ആദ്യം പോയിട്ട് ആ പൈസ എടുത്ത് എവിടെ വകമാറ്റി ചെലവഴിച്ചു എന്നുള്ള കാര്യമൊക്കെ അങ്ങ് അന്വേഷിച്ചിട്ട് വരിക. അതിനുശേഷം റെയിൽവേ കൃത്യമായിട്ട് ബോധിപ്പിക്കുക. അപ്പൊ ബാക്കി കാര്യങ്ങൾ നടന്നോളൂ സാർ.